Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? Yes. I have a doubt. അപ്പോ ഹരിയാനയില് വീണ്ടും വോട്ട് ചൊറിയുമായി നമ്മുടെ പപ്പു രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ്. പഴയ പോലെ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷനും ഒക്കെ ആയിട്ട് 2025 വലിയ എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള BGM ഒക്കെ ഇട്ട് വലിയ എന്തോ കാര്യമാണ് ഇദ്ദേഹം പറയാൻ വരുന്നത് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തവണത്തെ വോട്ട് ചൊറി അതെന്താണെന്നൊന്ന് നോക്കിയാലോ. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ റീസൺ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അപ്പൊ എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് പിടിക്കാറില്ല. എക്സ്പെഷ്യലി എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അന്തം കമ്മികൾ, അന്തം സുഡാപ്പികൾ, മതഭ്രാന്ത് പിടിച്ച കുറച്ച് വ്യക്തികൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പിടിക്കാത്തത് കൊണ്ട് അവർ റിപ്പോർട്ട് അടിച്ച് നമ്മുടെ വീഡിയോന്റെ റീച്ച് കുറച്ച് നമുക്ക് വരുമാനം വരുന്നൊരു സംഗതി ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഏകദേശം 2 വർഷമായിട്ട് വരുമാനമില്ല. എന്തൊക്കെ നമ്മൾ ടെക്നിക്കലി ചെയ്തിട്ടും അത് റിട്ടേൺ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റിയില്ല. ആ പേജ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ആകെ ഉള്ളത് യൂട്യൂബാണ്. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ ഒരു പരിധിക്ക് മേളിൽ വ്യൂസ് കയറാതിരിക്കാൻ വേണ്ടി ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു മോചനം എന്ന് പറയുന്നത്, ഒന്ന്, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ വേണം. രണ്ടാമത്, എന്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം കമന്റ് ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇത് എന്റെ വീഡിയോ കണ്ട് ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പിന്തുണയാണ് ഇപ്പോഴും എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ മറ്റുള്ള ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, നിങ്ങളിപ്പോ ചെയ്യുന്നത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമുക്ക് വോട്ട് ചൊറിയിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ വീഡിയോയില് കണ്ട വ്യക്തി ആരാണെന്ന് അറിയാം, നമ്മുടെ പാലക്കാടുള്ള ഗോപാൽജി തന്നെ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോ പാൻ ഇന്ത്യൻ ഫേമസ് ആണ്, പാൻ ഇന്ത്യൻ റീച്ചാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കും, ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ ചേർക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെടുത്ത് വെച്ച് രാഹുൽ ഗാന്ധി പറയുകയാണ്, കണ്ടോ, ഹി സെയ്ഡ് ഇറ്റ്, പുള്ളി അത് പറഞ്ഞു, പുള്ളി ചേർക്കുമെന്ന് പറഞ്ഞു, പുള്ളി ചേർത്തു. അത് അങ്ങനെ വോട്ട് ചോറി ചെയ്തിട്ടാണ് ഇവര് വ്യാപകമായിട്ട് തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചതെന്ന് പറയുന്നത്. ഇതിലൊരു മെയിൻ പോയിന്റ് രാഹുൽ ഗാന്ധി വിട്ടുപോയിട്ടുണ്ട്. കിരൺ റിജിജു ഈ വീഡിയോ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത്, ഈ വീഡിയോ കൊണ്ട് ഫേക്ക് ആയ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം? ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് 1 വർഷം താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നിലനിൽക്കുന്ന 2 വോട്ടർ പട്ടികയിലും പേര് ചേർത്ത് അദ്ദേഹത്തിന് അവിടെ വോട്ട് ചെയ്യാം. അല്ലാതെ അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ഭയങ്കര ദൂരെയാണെങ്കിൽ അവിടം വരെ ട്രാവൽ ചെയ്ത് പോയി വോട്ട് ചെയ്യണം എന്നൊരു നിയമം ഇന്ത്യയിലില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ 1 വർഷം താമസിക്കുന്ന ആൾക്കാരെ വോട്ടിൽ ചേർക്കും, വോട്ടർ പട്ടികയിൽ ചേർക്കും എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ഒരു കുറ്റമായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം നിലവിലുള്ളത് അറിയില്ലെന്നുണ്ടോ? അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് പല കാര്യങ്ങളെ കുറിച്ചും അറിവില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കേസ് ഫോം ആവുന്നത് എന്നതിനെ പറ്റി പോലും ഇദ്ദേഹത്തിന് അറിയില്ല. ഒരു വീഡിയോ ഒന്ന് കണ്ടുപിടിക്കും. आज तो आपके पास सारे एविडेंसेस है, तो क्या आप इसमें जुडिशियल इंटरवेंशन के लिए कोर्ट जाएंगे? Look, Supreme Court is watching. Supreme Court, the highest court in the country, is watching. And there is nothing here that can be questioned. സുപ്രീം കോടതി ഈസ് വാച്ചിങ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സ്വന്തമായിട്ട് അങ്ങോട്ട് കേസ് എടുക്കണം, വോട്ട് ചോറി എന്നും പറഞ്ഞുകൊണ്ട്. എന്തോ നാടേ, ഇങ്ങനെയാണോ ഇവിടെ സത്യത്തിൽ ഈ ഒരു വിഷയത്തിലൊക്കെ ഇങ്ങനെ കേസ് വരുന്നത്? സ്വമേധയാ കേസ് എടുക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിലുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും, നമുക്കും അറിയാം. എല്ലാ കാര്യത്തിലും കയറി സ്വമേധയാ കേസ് എടുക്കുമോ? അങ്ങനെയാണോ അതിന്റെ മാനദണ്ഡങ്ങൾ? അങ്ങനല്ല. അതുപോലും താങ്കൾക്കറിയില്ല. താങ്കൾക്കറിയില്ലേ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെ 1 വർഷം താമസിച്ച് കഴിഞ്ഞാൽ അവിടെ വോട്ട് ചേർക്കാം? അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കോൺഗ്രസ് ചെയ്യാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യാറുണ്ട്, ഇവിടെ ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരും ചെയ്യാറുണ്ട് എന്നത് താങ്കൾക്ക് അറിയില്ലേ? ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ അറിവില്ലാതെയാണോ താങ്കൾ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത്? താങ്കൾ ഈ 2 പത്രസമ്മേളനങ്ങളിലായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം പറയുന്നത് വോട്ടർ പട്ടികയിലെ പിഴവുകളെ പറ്റിയാണ്. ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ പരിഹസിച്ച് തള്ളാതെ അതിനെപ്പറ്റി സംസാരിക്കണമെന്ന്. സംസാരിക്കാം. വോട്ടർ പട്ടികയിലെ പിഴവുകളെ പറ്റിയാണ് താങ്കൾ പറയുന്നത്. അതായത് ഒരാള് ഒരേ സമയം അയാളുടെ പേര് പല സ്ഥലത്തെ വോട്ടർ ലിസ്റ്റിലുണ്ട് എന്നതല്ലേ താങ്കൾ പറയുന്നത്? അല്ലാതെ ഇവര് ഈ സ്ഥലങ്ങളിലെല്ലാം വോട്ട് ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ഉത്തരം കിട്ടിയതാണ് ഇല്ല. അവർ ഈ പല സ്ഥലത്തുള്ളതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫോമുകളൊക്കെ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്.
അത് പ്രോസസ് ആയിട്ടില്ല. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇതൊക്കെ ചെയ്തു വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും. ഇവരെല്ലാം ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ താങ്കൾ പൊക്കിക്കൊണ്ടുവന്ന ഒരു മോഡലിന്റെ പടമുള്ള ഒരു വോട്ടർ ID വെച്ചിട്ട് ഏകദേശം 223 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് 223 അടുത്ത് കള്ള വോട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ 223 വോട്ടും BJPക്ക് തന്നെയാണോ പോയിട്ടുള്ളത് എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അത് കൺഫേം ചെയ്യാനായിട്ടാണ് ഈ CCTV വിഷ്വൽസ് വേണമെന്ന് പറയുന്നത്, അല്ലേ? CCTV വിഷ്വൽസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തരത്തിലും മനുഷ്യത്വപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം എന്റെ വോട്ടെന്ന് പറയുന്നത് എന്റെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ലോകത്തിന് മുമ്പാകെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരുടെ വോട്ടർ ID കാർഡ് പോലും ഈ രീതിയിൽ പരസ്യമായിട്ട് എടുത്ത് പ്രദർശിപ്പിക്കുന്നത് പോലും അംഗീകരിക്കാൻ കഴിയില്ല. താങ്കൾ ലോകത്തിന് മുന്നിൽ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി കാർഡാണ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരുപാട് വിമർശനം താങ്കൾ ഇതിന്റെ പേരിൽ നേരിട്ടതാണ്. ഈ കഴിഞ്ഞ തവണത്തെ വോട്ട് ചോരി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കുത്തി പൊട്ടിച്ച് കളഞ്ഞ ഒരു ബലൂണാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. നമുക്കിപ്പോൾ എന്തായാലും ഈ കാര്യത്തെ പറ്റി നോക്കാം. ഇപ്പൊ ഈ മോഡൽ തന്നെ രംഗത്ത് വന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്നാൽ മോഡൽ മാത്രമല്ല, രംഗത്ത് വന്നത് ഇദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന സ്വീറ്റി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടെയാണ്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്റെ വോട്ടർ ID മിസ്റ്റേക്ക് ആയിരുന്നു, ഫോട്ടോ വേറെ ഏതോ ഒരു സ്ത്രീയുടെ ആയിരുന്നു, പക്ഷേ ഈ മോഡലിന്റെ അല്ല, മറിച്ച് ഫോട്ടോ ആ ഗ്രാമത്തിൽ തന്നെ വേറൊരു സ്ത്രീയുടെ ആയിരുന്നു. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട്, അതിന് തെളിവുണ്ട്. ഇവര് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഒരു സ്ഥലത്താണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് വോട്ട് ചെയ്തത്? BLOമാരെ പോയി കണ്ടു, സ്ലിപ്പും അതുപോലെ അഡ്രസ് വെരിഫിക്കേഷനും വെച്ചിട്ട് വോട്ട് ചെയ്തു. ഇനി ആളാണെന്നുള്ളത് ഉറപ്പിച്ചിട്ട് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒരിടത്ത് 501 വോട്ടർമാർ ഒരു വീട്ടു നമ്പറിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? 265 ഏക്കർ സ്ഥലം പല പ്ലോട്ടുകളായിട്ട് പിരിച്ചിട്ടാണ് ആ ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ആ ഒരു വീട്ടു നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ നമ്പർ എടുത്ത് BLO ചേർത്തതാണ്. നിങ്ങളുടെ BLOമാർ അവിടെ എന്തെടുക്കുകയായിരുന്നു? പ്രസക്തമായൊരു ചോദ്യം അതാണ് സത്യത്തിൽ. കോൺഗ്രസിന്റെ BLOമാര് ഉറക്കത്തിലായിരുന്നു, മരിച്ചിരിക്കുകയായിരുന്നോ? ഇതൊന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നേരമില്ലേ? ഈ പറയുന്ന പോലെ ഒരു വോട്ടർ ID വെച്ചിട്ട് 223 എടുത്ത് ഒറ്റ ദിവസം കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്തോണ്ടിരിക്കുമായിരുന്നു? നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാനായിട്ട്? ഈ സത്യത്തിൽ ഇയാളുടെ ഈ ആരോപണമൊക്കെ കേട്ടിട്ട് ഹരിയാനയിലെ കോൺഗ്രസ് MPമാര് പോലും ഒന്നും മിണ്ടിയിട്ടില്ല. അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് ഒക്കെ എടുത്ത് നോക്കിക്കേതാ, ഞാൻ കാണിക്കാം. നിർജീവമാണ്, അവരൊന്നും അനങ്ങിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ഇതെന്തോ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് കീറി മുറിച്ച് എന്താണ് സുപ്രീം കോടതി സ്വന്തമായിട്ട്, ഇയാൾ പറയുന്ന പോലെ സുപ്രീം കോടതി സ്വന്തമായിട്ട് എടുക്കണം, കേസ് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ മെയിൻ ഉദ്ദേശം ജൻസികൾ പുറത്തിറങ്ങി കലാപം നടത്തണം. ഇദ്ദേഹം വ്യക്തമായി തന്നെ ഈ പത്രസമ്മേളനത്തിൽ അത് പറയുന്നുണ്ട്. ജൻസി നിങ്ങൾ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ പുറത്തേക്ക്. ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിന് മനസ്സിലായി വ്യക്തമായി, ബാലറ്റ് പേപ്പറിന്റെ സംഗതി മാറ്റി EVM കൊണ്ടുവന്നോടുകൂടി പണ്ടത്തെ കള്ളക്കളിയൊന്നും ഇനി കോൺഗ്രസിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അധികാരത്തിൽ വരില്ല. ജനാധിപത്യപരമായി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആകെയുള്ളൊരു വഴി? ബംഗ്ലാദേശിലെ വഴി, ശ്രീലങ്കയിലെ വഴി. മനസ്സിലായില്ലേ? അട്ടിമറിച്ചിട്ട് പ്രധാനമന്ത്രിയെ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള മോദിയെ മറിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് കലാപം ഉണ്ടാക്കി, ജൻസികളെ തെരുവിൽ ഇറക്കി, നേപ്പാളിൽ ഇറക്കിയതുപോലെ ഇറക്കി ബഹളം ഉണ്ടാക്കി ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണം. എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. നിങ്ങൾ ഈ എടുത്തു പറയുന്ന പിഴവുകളെല്ലാം വോട്ടർ പട്ടികയിലെ ആണെങ്കിൽ എന്തിനാണ് നിങ്ങൾ SIRനെ എതിർക്കുന്നത്? SIR എന്ന് പറയുന്നത് എന്താണ്? വോട്ടർ പട്ടികയിലെ പിഴവിനെ തിരുത്തുന്ന ഒരു സംഗതിയാണ്, അല്ലെ? കേരളത്തിലടക്കം വോട്ടർ പട്ടികയിൽ പിഴവുണ്ടെന്നുള്ളത് നമുക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ SIR ഇപ്പോൾ കേരളത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ എത്രയധികം എതിർപ്പുകളാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ്. എന്താണ്? പിഴവുള്ളതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം സർക്കാർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്തിനാ എതിർക്കുന്നേ? നിങ്ങൾക്ക് പരിഹരിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഈ പിഴവുകളെല്ലാം ഈ നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇരിക്കുന്നത് ബ്രസീലിലെ മോഡലിന്റെ ഫോട്ടോ ആയതുകൊണ്ട് ആ പെൺകുട്ടി വരെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് എത്രത്തോളം താറുമാറായി കിടക്കുകയാണ്. കണ്ട മോഡൽസിന്റെ ഒക്കെ ഫോട്ടോയാണ് ഇവിടെ വോട്ടർ ID കാർഡിൽ ഉള്ളത് എന്നത് ലോകം മുഴുവൻ പരന്നു കഴിഞ്ഞു. അത് ശരിയാക്കണ്ടേ? അതെന്താ ശരിയാക്കണ്ടാത്തെ? ഇപ്പൊ സ്വീറ്റി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പ്രദർശിപ്പിച്ച ആ വോട്ടർ ID കാർഡില്ലേ, അതല്ല ഒറിജിനൽ വോട്ടർ ID. ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന അതിനകത്ത് ഫോട്ടോ അതിന്റെ അല്ലെങ്കിലും വേറൊരു സ്ത്രീയുടെ, അല്ലാണ്ട് ഈ ബ്രസീലിയൻ മോഡലിന്റെ ഒന്നും അല്ല. അപ്പൊ അത് ഈ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി? ഈ പറയുന്ന 223 വോട്ടർ ID കാർഡിലും യഥാർത്ഥത്തിൽ ഈ മോഡലിന്റെ ഫോട്ടോ ആണോ? രാഹുൽ ഗാന്ധിക്ക് ഈ ഡാറ്റ ആരാണ് പ്രൊവൈഡ് ചെയ്തത്? ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്. SIR വന്നാൽ ഇതിനൊക്കെ തീരുമാനമാകുമല്ലോ, എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആകുമല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2025 ഇന്നത്തെ ദിവസം നോക്കിക്കേ, നാളത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എത്ര കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും, എത്ര കുട്ടികൾക്ക് 18 വയസ്സായിട്ടുണ്ടാവും, എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടാവും, എത്ര പേരുടെ ഏജ് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര പിഴവുറ്റതായിട്ട് വോട്ടർ പട്ടിക കൊണ്ടുപോവുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അതുപോലും മനസ്സിലാക്കാത്ത ഒരു കുട്ടിയാണ് ഇദ്ദേഹം. അങ്ങനെയൊന്നുമല്ല, ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ജൻസി കലാപം ഉണ്ടാക്കണം, ജൻസികളെ പുറത്തിറക്കണം. പക്ഷെ ജൻസികൾ ഇദ്ദേഹത്തിന്റെ ഒന്നും വാക്ക് കണ്ടൊന്നും പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല. എന്താണ് കാരണം എന്നറിയാമോ? അവർക്കറിയാം ഇദ്ദേഹം ഇങ്ങനൊക്കെ വന്ന് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ തന്നെ പാട്ടായക്കോ. അത്രേ ഉള്ളൂ. അതായത് ഇദ്ദേഹത്തിന് സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ സോറോസ് അങ്കിള് ഫണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടും
കുറെ പൈസ അവിടെ ഇവിടേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ബന്ധങ്ങൾ, അതുപോലത്തെ കുറെ സംഗതികൾ, അധികാരം, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വേണ്ടിയത് കൊണ്ടും പിന്നെ 1 ലക്ഷം കോടി വരുന്ന സോണിയാഗാന്ധിയുടെ സ്വത്ത് സംരക്ഷിക്കണമല്ലോ, അതുകൊണ്ട് കൂടിയൊക്കെയാണ് അദ്ദേഹം ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പൊ ഇദ്ദേഹം വരും, പേരിന് എന്തെങ്കിലും ഒരു പെർഫോമൻസ് അങ്ങോട്ട് കാച്ചും, അതിൽ വീഴുന്ന മണ്ടന്മാരെ കാണും, ആനന്ദിക്കും, അപ്പൊ തന്നെ പൊട്ടായിക്ക് പോകും. അപ്പൊ ജെൻസിക്കാർക്ക് അറിയാം, നമ്മൾ ഇദ്ദേഹത്തിന്റെ വാക്കും കേട്ട് റോഡിൽ ഇറങ്ങിയാൽ നമ്മൾ തല്ലുകൊണ്ട് ചാകയുള്ളൂ. വെറുതെ പോലീസിന്റെ അടി കൊള്ളണോ, ലാത്തി കൊണ്ടുള്ള അടി കൊള്ളണോ, ഇദ്ദേഹം പട്ടായാലും നമ്മൾ ജയിലിലും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു ജെൻസിയും ഇദ്ദേഹത്തിന്റെ ഇതിനോട് പ്രതികരിക്കുന്നില്ല. ഇവൻ കോൺഗ്രസിൽ ഇപ്പൊ പറയുന്ന ഈ ഹരിയാനയിലെ MP-മാര് പോലും പ്രതികരിക്കുന്നില്ല. ഇവിടെയും വലിയ പ്രതികരണമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന തൊട്ട് കുറെ കോൺഗ്രസ്സുകാർ പ്രതികരിക്കും, അവർക്ക് വേറെ വഴിയില്ല, എന്തെങ്കിലും പറയണ്ടേ, പിടിച്ചു നിൽക്കണ്ടേ, അതുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ SIR വന്നാൽ എന്റെ പൊന്നോ, ബംഗാളിലെ മമതാ ബാനർജിയുടെ അവസ്ഥ പറയുന്നത് പോലെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചത്തുപോയവരൊക്കെ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, പ്രത്യേക സ്ഥലമാണ് കേരളം. അപ്പോൾ പോസ്റ്റൽ വോട്ടുകളൊക്കെ ബിഗ് ഷോപ്പറിൽ വാങ്ങിക്കൊണ്ടുപോകുന്ന സ്ഥലം. പോസ്റ്റൽ വോട്ടുകൾ ഇല്ലെങ്കിൽ നേമത്തെ മന്ത്രിയൊന്നും ഇപ്പൊ അവിടെ ഇരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കെ SIR വന്നാൽ ഇത് മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ BJP-ക്കാർ നമ്മൾ ചെയ്ത ചോറിയൊക്കെ പൊക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയൻ അടക്കം സിപ്പിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു പത്രസമ്മേളനം കൊണ്ട് ഗുണം ഉണ്ടായത് ആർക്കാണെന്ന് അറിയാമോ? അത് നമ്മുടെ ഗോപാൽജിക്ക. ഗോപാൽജി ഇപ്പൊ ഇങ്ങനെ ഡാൻസ് ചെയ്യും. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.